ഹലോ ഫ്രണ്ട്സ്, മാത്സിൻ്റെ ചില ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ സീരീസിലൂടെ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. മാത്സിലെ ചില ബേസിക് കാര്യങ്ങൾ അറിയാത്തത് കൊണ്ട് മാത്രം മാത്സ് ടഫാണെന്ന് തോന്നുന്ന ഒരുപാട് കുട്ടികളുണ്ടാവും. ഈ കാര്യങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളതിനേക്കാളും മാത്സ് കുറച്ചും കൂടി ഈസി ആയിട്ട് മനസ്സിലാക്കാനും കുറച്ചും കൂടി എളുപ്പത്തിൽ സൊല്യൂഷൻസൊക്കെ കണ്ടുപിടിക്കാനും നിങ്ങൾക്ക് സാധിക്കും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മാത്സിൻ്റെ ഡിവിഷനിലെ കുറച്ച് കാര്യങ്ങളാണ്. 1 ഡിജിറ്റിൻ്റെ ഡിവിഷൻ 1 ഡിജിറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ അല്ലാതെ, ഡിവിഷൻ എന്ന് വെച്ചാൽ എന്താ, ഹരണം. മലയാള മീഡിയത്തിലുള്ള കുട്ടികൾക്കും കൂടിയാണ് ഹരണം. അപ്പോൾ ഈ ഡിവിഷൻ നമ്മൾ നോർമലി ചെയ്യുന്ന രീതിയിലല്ലാതെ കുറച്ചും കൂടി എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാം എന്നാണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുവേണ്ടി ആദ്യം എന്താ വേണ്ടത്, നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നന്നായിട്ട് അറിഞ്ഞിരിക്കുക. അതാണ് ആദ്യത്തെ കാര്യം. അത് അറിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഡിവിഷനും കൂടെ നന്നായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നന്നായിട്ട് അറിഞ്ഞിരിക്കുക. ഒന്നുകിൽ അറ്റ്ലീസ്റ്റ് ഒരു 12 വരെയുള്ള 2 മുതൽ 12 വരെയുള്ളതുണ്ടെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നന്നായിട്ട് പഠിച്ചു വയ്ക്കാം. പിന്നെ അത് നന്നായിട്ട് അറിയുന്ന ഒരാൾക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിവിഷനും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് നമ്മൾ 1 ഡിജിറ്റിൻ്റെ ഡിവിഷനാണ് നോക്കുന്നത്. 1 ഡിജിറ്റ് ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന ഡിവിഷൻ. ഓക്കെ, ഒരു എക്സാമ്പിൾ എടുക്കാം. നമുക്ക് ഒരു 486 ഡിവൈഡഡ് ബൈ 3. ഓക്കെ, ഇത് നമ്മൾ നോർമലി എങ്ങനെയാണ് ചെയ്യാം, 486 ബൈ 3. 4ൽ 3 1 ടൈംസ് 3 മൈനസ് ചെയ്യുമ്പോൾ 1 8. 18ൽ 3 6 ടൈംസ് 18 0. 6 2 ടൈംസ് 6 0. ഇതാണല്ലേ നമ്മൾ നോർമലി ചെയ്യുന്ന ഡിവിഷൻ. ഇത്രയും സ്റ്റെപ്പില്ലാതെ ഇതേ കാര്യങ്ങൾ തന്നെ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, ഇത്ര സ്റ്റെപ്പ് എഴുതാതെ തന്നെ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, 486 ബൈ 3 എങ്ങനെയാണ് നോക്കാം. അത് നോക്കൂ, ഫസ്റ്റ് ഡിജിറ്റ് മാത്രം നോക്കാം. നമ്മൾ അവിടെ നോക്കിയപ്പോൾ തന്നെ 4ൽ 3 എത്ര ടൈംസ് ഉണ്ട്, 1 3s are 3, 2 3s are 6 ആയി. അപ്പോൾ അവിടെ ചെയ്യുന്ന പോലെ തന്നെ 4ൽ എത്ര ടൈംസ് 1. ഓക്കെ, പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഈ മൈനസ് ചെയ്ത് താഴോട്ട് വരുന്ന അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. പകരം എന്താ ചെയ്യുന്നത്, 4ൽ 3 കഴിഞ്ഞാൽ പിന്നെ ബാക്കി എന്തുണ്ട്, ഒരു ബാലൻസ് 1 ഉണ്ട് അല്ലേ. ആ 1 എന്ത് ചെയ്യുക, ഈ 8നോട് കൂട്ടി വായിക്കുക. ഇവിടെ നമ്മൾ ആ ഒരു 1 ചെറുതായിട്ടൊന്ന് എഴുതി വയ്ക്കുക. അപ്പോൾ എന്താ, ഇവിടെ 18 ആയി. 18ൽ 3 എത്ര ടൈംസ് ഉണ്ട്, 6. പിന്നെന്താ, ബാലൻസ് ഒന്നും ഇല്ലല്ലോ. പിന്നെ താഴോട്ടേക്ക് വേറെ ഒന്നും വരാം, ഇപ്പുറത്തേക്ക് ഒന്നും എടുത്തില്ല, ബാലൻസ് ഇല്ല. 18ൽ റിമൈൻഡർ ഇല്ല. അപ്പോൾ എന്താണ്, പിന്നെ 6ൽ എത്ര ടൈംസ് ഉണ്ട്, 3 2 ടൈംസ്. ഓക്കെ, ഇത്രയും സ്റ്റെപ്പില്ലാതെ നമുക്ക് ആൻസർ സെയിം തന്നെയല്ലേ കിട്ടിയേ, 162 അല്ലേ ആൻസർ കിട്ടിയേ. ഓക്കെ, വേറൊരു എക്സാമ്പിൾ നോക്കാം. എന്താ നോക്കാം, 697. റാൻഡമായിട്ട് ഒരു നമ്പർ എടുക്കുന്നതാണ് ഇത്. നമുക്ക് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും, കറക്റ്റായിട്ട് റിമൈൻഡർ ഇല്ലാത്ത രീതിയിൽ ഡിവിഷൻ വരുന്ന സംഖ്യ ആണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും, അല്ലാതെ റിമൈൻഡർ വരുന്നതും ചെയ്യാം. അതിൽ റിമൈൻഡർ വരുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, 5 697 ഞാൻ റാൻഡമായിട്ട് ഒരു നമ്പർ എഴുതുന്നതാണ്. 697 ബൈ 5 എങ്ങനെ വരിക, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 6ൽ 5 എത്ര ടൈംസ് പോവും, 1 ടൈം അല്ലേ, 5. ബാക്കി ബാലൻസ് എന്തുണ്ട്, 1. 6ൽ 5 കഴിഞ്ഞാൽ ബാലൻസ് 1 ഉണ്ട്. അപ്പോൾ ഇതെന്താവും, 19 ആവും. 19ൽ 5 എത്ര ടൈംസ് ഉണ്ട്, 3 5s are 15. പിന്നെ 4 5s 90 ആയി ഇല്ല അല്ലേ. അപ്പോൾ 3 ടൈംസ് ഉണ്ട്. അപ്പോൾ ബാലൻസ് എന്ത് വന്നു, അവിടെ 4 ബാലൻസ് ഉണ്ട്. 15 കഴിഞ്ഞാൽ പിന്നെ 19ലേക്ക് 16 17 18 19 4 ബാലൻസ് വന്നു അല്ലേ. അപ്പോൾ ഇതിൻ്റെ കൂടെ എന്ത് ചേർത്തണം, 4. അപ്പോൾ 47ൽ വേണം ഇനി നോക്കാൻ. ഇതാ ഈ 47ൽ 5 എത്ര ടൈംസ് ഉണ്ട്, 9 ടൈംസ്. 45 അല്ലേ, 45 ബാലൻസ് എന്ത് വന്നു, 2 ബാലൻസ് വന്നല്ലേ. ഇതാ 47ൽ 45 കഴിഞ്ഞാൽ പിന്നെ 2 ബാലൻസ് വന്നു. അപ്പോൾ ഇതെന്താണ് സാധനം, ഇതാണ് അതിൻ്റെ റിമൈൻഡർ. ഓക്കെ, ഇതെന്താണ് ആൻസർ. ഓക്കെ, ഇനി കുറച്ച് എക്സാമ്പിൾസും കൂടെ ചെയ്ത് നോക്കിയാലോ. ഇത് 3 ഡിജിറ്റിൻ്റെ മാത്രമല്ല കേട്ടോ, മുകളിൽ ഇനി എത്ര ഡിജിറ്റ് ആണെങ്കിലും നമുക്ക് ഈ രീതിയിൽ ചെയ്ത് നോക്കാം. ഓക്കെ.
ഇതൊക്കെ ഒന്ന് നമ്മൾ സ്വന്തമായിട്ട് സോൾവ് ചെയ്ത് നോക്കിയേ. എന്നിട്ട് ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്ത് വയ്ക്കുക ആദ്യം. എന്നിട്ട് ഇതൊന്ന് സ്വന്തമായിട്ട് ഈ രീതിയിൽ സോൾവ് ചെയ്ത് നോക്കുക. എന്നിട്ട് ബാക്കി സൊല്യൂഷൻ കാണണേ. ഓക്കെ, ഒന്നാമത്തെ നമുക്ക് നോക്കാം. 5381/9. 5381/9. 9 5 പോവോ? ഇല്ല. അപ്പോൾ അവിടെ എന്താണ്? 0. അത് ഇടണം നിർബന്ധമല്ല, നമുക്കൊരു മനസ്സിലാവാൻ വേണ്ടിയിട്ട്. പിന്നെ 53 അല്ലേ? 53-ൽ 9 എത്ര ടൈംസ് പോവും? എത്രയാണ്? 5 9s are 45 അല്ലേ? അപ്പം 45 കഴിഞ്ഞാൽ 53ലേക്ക് എത്ര ഉണ്ട്? 45 to 58. അപ്പം ഇതെന്താവും? 88 എന്നാവും. 88-ൽ എത്ര 9 ഉണ്ട്? 9 9s are 81. ബാക്കി 7. 81 കഴിഞ്ഞാൽ 7. 71. 71-ൽ എത്ര 9s ഉണ്ട്? 7 9s are 63. ഓക്കെ, 7. ബാക്കി എന്തുണ്ട്? റിമൈൻഡർ എന്ത് വരും? 63 കഴിഞ്ഞാൽ പിന്നെ 8 റിമൈൻഡർ. ഓക്കെ, ആൻസർ എന്താണ്? ആൻസർ 597. ഓക്കെ, നെക്സ്റ്റ് എന്തായിരുന്നു? 7560/4. 7560/4. 7-ൽ 1 ടൈംസ് 35-ൽ ഇത് നമ്മൾ ആദ്യമൊക്കെ ഇങ്ങനെ ചെറുതായി എഴുതി വെക്കേണ്ട കാര്യമുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ മനസ്സിൽ കണ്ടാൽ മതി. ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി എഴുതുന്നുള്ളത്. നമ്മൾ കുറച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് ആ 35 എന്ന് മൈൻഡിൽ കണ്ടിട്ട് ബാക്കി 4 വെച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, 8 4s are 32. ബാക്കി 3. 36-ൽ 9 4s are 36. പിന്നെ എന്തായി? പിന്നെ നമുക്കൊന്നുമില്ല അല്ലേ? 0 ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഇത് ഇവിടെ വെച്ച് നിർത്താൻ പാടുണ്ടോ? ഇല്ല. എന്തുണ്ട്? 0-ൽ 4 എത്ര ടൈംസ് പോവും? 0 ടൈംസ് പോവും. അതവിടെ എഴുതണം, എന്നാലേ അതിൻ്റെ ആൻസർ കംപ്ലീറ്റ് ആവുള്ളൂ. ഓക്കെ, അതാരെങ്കിലും തെറ്റിച്ചോ? അടുത്തെന്താണ്? 9003/6. ഓക്കെ, 9003/6. 9-ൽ 6 എത്ര ടൈംസ്? 1. ബാക്കി എന്തുണ്ട്? 3. 30-ൽ 6 5 ടൈംസ്. ഓക്കെ, 0-ൽ എത്ര തവണ അപ്പോൾ 6? 0 ടൈംസ്. ഓക്കെ, പിന്നെ 3-ൽ എത്ര ടൈംസ് 6? പോകില്ല അല്ലേ? 0. അപ്പോൾ എന്തായി? ബാക്കി പക്ഷേ 3 അവിടെ ഉണ്ട്. 3 എന്താണ്? റിമൈൻഡർ. ഇത് ആൻസർ. ഓക്കെ, ശരിയാക്കിയോ എല്ലാവരും? പിന്നെ എന്തായിരുന്നു? 1807/3. 1807/3. 1-ൽ പോവോ? ഇല്ല. അപ്പം 0. 18-ൽ 6 ടൈംസ്. 0-ൽ 0 ടൈംസ്. 18-ൽ ബാലൻസ് ഒന്നുമില്ല, അപ്പോൾ 0. 0-ൽ 0 ടൈംസ്. പിന്നെ 7-ൽ 2 ടൈംസ്. 2 ടൈംസ് അപ്പോൾ വരുമ്പോൾ എത്ര വരും? 6 വരും. റിമൈൻഡർ 1. ഓക്കെ, ഇത് ആൻസർ. ഓക്കെ അല്ലേ? ഇതിൻ്റെ ബാക്കി വീഡിയോസ് നമ്മൾ ഇതിൻ്റെ അടുത്ത പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. അത് മിസ്സാക്കാതിരിക്കാൻ വേണ്ടി എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.